هل هذا موجود في زمان الشيخ محمد حسن الخزرجي أم لا؟ هذا هو السؤال. نعم كيف موجود. نعم موجودة. نعم. وهم يظهرون ويتبركون به في حياة الشيخ محمد حسن الخزرجي. نعم نعم. صحيح. جزاك الله. കണ്ടോ? അപ്പൊ അബൂദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഖസ്റജി മന്ത്രിയായിരുന്ന സമയത്തുള്ള മുഫ്തി സുലൈമാൻ ഫറജ്, നിഷേധിക്കാൻ കഴിയും. അദ്ദേഹത്തെ ഇന്നലെ രാത്രി ഞാൻ ടെലിഫോൺ ചെയ്ത് ചോദിച്ചാണ്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെ എന്റെ ഉസ്താദ് കാന്തപുർ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെ. ഉസ്താദ് വേറെയും ചിലതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. ഇനി സുഹൃത്തുക്കളെ, അപ്പൊ ചോദിക്കട്ടെ, വേറെ ഒരു അല്ലാമുണ്ട് എന്നാ ആ അല്ലാമാനോട് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു പഠിച്ചുകൂടായി? നിങ്ങൾ ഈ അല്ലാമാനോട് ചോദിക്കാൻ ഇതിന്റെ അർത്ഥം വെച്ച് എനിരിക്കട്ടെ. അടുത്തത് ഇവര് പറയുന്നുണ്ട്, ഇനി അബ്ദുൽ ഖാദർ ജീലാനി വഴിക്കാണ് സനദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും പൊളിഞ്ഞു. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഒരു സംഗതി വന്നതില്ല. ഇനി ആണെങ്കിൽ ഈ പറഞ്ഞത് കളവാണെന്നും പറയണം. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഇല്ല എന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഉണ്ട് എന്ന് എവിടെ പറഞ്ഞു? രണ്ടിനും തെളിവ് പറയണം. ഉണ്ട് എന്ന് എവിടെ പറഞ്ഞു എന്നുള്ളതിനും തെളിവ് പറയണം. ഇല്ല എന്ന് പറഞ്ഞു തന്നെ ആരും തെളിവ് പറയണം. നിങ്ങൾ ഇനി വായിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് സംഗതി തന്നെ ഇരിക്കില്ല. അതിൽ പറഞ്ഞ എന്താന്ന് വെച്ചില്ല, അതിൽ ഏത് സനദാണെന്ന് പറഞ്ഞില്ല, അതാരാ എഴുതിയൊന്നും ചെയ്യില്ല, ഒന്നും മനസ്സിലായില്ല. ഇതിനുള്ള കൊണ്ട് കളിക്കണ്ട. ഇനി അബ്ദുൽ ഖാദിർ ജീലാനി മുഖേന എന്ന് സുന്നി വേഴ്സിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുണ്ടോ എന്നുള്ളത് നിങ്ങൾ അഹമ്മദ് ഹസൻ ഖസ്റജി ജീവിച്ചിരിപ്പില്ലേ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ. ഇവിടെ ആർക്കാ കുഴപ്പം? ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോരോ പൊല്ലാപ്പ് പോയി തേണ്ടിയത്? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അപ്പൊ ജീലാനി മുഖേന എന്നത് പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും. എങ്ങനെ പൊളിഞ്ഞത് ആണെങ്കിൽ ഇപ്പറഞ്ഞത് കളവാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏത് പറഞ്ഞത് കളവാണോ? ഒന്നും കളവാണ്ടിയില്ല. ഒന്നും കളവാണ്ടിയില്ല, വെറുതെ പറഞ്ഞാൽ മതി. ഇനി അടുത്ത് വായിക്കണം, അടുത്ത് വെക്കണം. മൂപ്പരെന്താ പറയുക? ഈ ഖസ്റജിന്റെ ഫാമിലി തന്നെ മുടിയില്ല. അങ്ങനെ കേട്ടാ തോന്നും ഖസ്റജും കഷണ്ടിയാന്ന് തോന്നും. ഒപ്പം തന്നെ ഈ ഖസ്റജി ഫാമിലിയിൽ മുടിയില്ല എന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ 11ാം പേജിൽ മുടിയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട് കുറെ രാജ്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുടി സഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്യാനുള്ള കാരണം, അതിന്റെ പിന്നിൽ ഉൾക്കൊണ്ട തത്വം എന്താണെന്ന് വിവരിച്ചുകൊണ്ട്, അത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ബറക്കത്തെടുക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കിയതെന്ന് അതിന്റെ ഹിക്മത്ത് പറഞ്ഞുകൊണ്ട്, വഹാഹുമു സഹാബത്തു യഹ്തഫിദൂന ബിശഅരിഹി ശരീഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഹാദാ യളഉ. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു രംഗം. അതെന്താന്ന് ചോദിച്ചാൽ, അവര് വായിക്കുന്ന കിതാബ്, നമ്മൾ കൊണ്ടുവന്ന കിതാബല്ല, അവര് വായിക്കുന്ന കിതാബില് വഗൈരിഹാ മിൻ ബിലാദില്ലാഹി എന്ന വാചകം പച്ചയായി കട്ടുവെക്കുന്നത് സ്ക്രീനിൽ കാണാം. കിതാബിന്റെ കയ്യിലുണ്ട്. ശരിക്കും മുജാഹിദീങ്ങൾ പണ്ട് കട്ടില്ലേ, നാദാപുരത്തിന്റെ ലാകട്ടില്ല, അതുപോലെ കട്ടത് വായിക്കുമ്പോ ശ്രദ്ധിച്ചോ, ശരിക്കും കേട്ടോളി. എന്ന് സഹാബത്ത് ഉപയോഗിച്ചിരുന്ന രീതി, ചിലർ ദഫൻ ചെയ്തു, ചിലർ അവരെ തൊപ്പിയിൽ തുന്നിച്ചേർത്തു, ചിലർ അവരെ ഇയാലിന് ബറക്കത്തെടുക്കാൻ വേണ്ടിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബറക്കത്ത് മുസ്ലിമീങ്ങൾ തുടരുകയാണെന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു, വൽ മുസ്ലിമൂന ഫീ മിസ്ർ, ശ്രദ്ധിച്ചുകൊള്ളണം, ഫീ മിസ്ർ വസൂരിയ വലബനാൻ വൽ ഉർദുൻ ജോർഡാൻ വൽ ഇറാഖ് വഫലസ്തീൻ വൽ യമൻ വൽ മഗ്റബ് മൊറോക്കോ വൽ ലിബിയ വൽ ജസായിർ അൽജീരിയ വസ്സൂദാൻ വതുർക്കിയ പാകിസ്ഥാൻ വബംഗ്ലാദേശ് വമക്കൽ മുക്കറമ വൽ മദീനത്തുൽ മുനവ്വറ. ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇക്കിതാബ് പ്രസിദ്ധീകരിച്ച ഇമാറാത്ത് പറഞ്ഞിട്ടില്ല. അവിടെ അതിന്റെ ബാക്കി വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്,
അത് കട്ടുവെച്ചതല്ലേ മൗലവി? വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്. എന്തുകൊണ്ട് വായിച്ചില്ല നിങ്ങൾ? അർത്ഥം, ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇമാറാത്തിൽ ഒരു ഫാമിലിയുടെ കയ്യിൽ മാത്രമല്ല, ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ മുടിയില്ല. ഒക്കെ കസണ്ടി. ഞാൻ ചോദിക്കട്ടെ, വഗൈരിഹാ മിൻ ബിലാദിൽ എന്തുകൊണ്ട് വായിച്ചില്ല നിങ്ങൾ? വൽ മദീനത്തിൽ മുനവറ, നിങ്ങൾ വായിച്ച മുഴുവൻ സ്ഥലങ്ങളും വൽ മദീനത്തിൽ മുനവറ, മദീനത്തുൽ മുനവറയിലുണ്ട് വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്, അല്ലാഹുവിന്റെ നാടുകളായ അതല്ലാത്ത ഒരുപാട് നാടുകളിലുണ്ട് എന്ന് പറഞ്ഞത് മനഃപൂർവ്വം കട്ടുവെച്ചില്ലേ നിങ്ങൾ? എന്തിന്? ഈ മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതെല്ലാം വരുത്തി തീർക്കാൻ. കക്കുന്നതിനുമില്ലൊരു മര്യാദ. കക്കാൻ തീരുമാനിച്ചാൽ തന്നെ